യുഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിക്കാൻ ഇന്ന് രാഹുൽ ഗാന്ധി കോഴിക്കോട് എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ ചൊവ്വാഴ്ച രാത്രിയോടെ സോണിയാഗാന്ധിയെ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ഡൽഹിയിലെ സർ ഗംഗാറാം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ ഘട്ടത്തിൽ അമ്മയുടെ അരികിൽ നിൽക്കേണ്ടത് അനിവാര്യമായതിനാലാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ആശുപത്രിയിൽ തുടരുന്നത്. വയറിലും മൂത്രനാളത്തിലും ഉണ്ടായ അണുബാധയെ തുടർന്നാണ് സോണിയാഗാന്ധിക്ക് വിദഗ്ധ പരിശോധനകൾ നടത്തുന്നത്. നിലവിൽ അവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അമ്മയുടെ ആരോഗ്യത്തിനാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നതെങ്കിലും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വം പിന്നോട്ട് പോയിട്ടില്ല. രാഹുൽ ഗാന്ധിക്ക് പകരം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഇന്ന് കേരളത്തിലെത്തി. ഇന്ന് വൈകുന്നേരം 4:30 കോഴിക്കോട് കടപ്പുറത്ത് നടന്ന UDF മഹാറാലി ഖാർഗെ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ UDF സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്ന ഈ റാലി UDFനെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമായിരുന്നു. കേരളത്തിലെ UDF പ്രവർത്തകർക്ക് രാഹുൽ ഗാന്ധിയുടെ അഭാവം ചെറിയൊരു നിരാശയുണ്ടാക്കിയെങ്കിലും ദേശീയ അധ്യക്ഷൻ തന്നെ നേരിട്ടെത്തി പ്രവർത്തകർക്ക് വലിയൊരു ഊർജം നൽകി. ഈ റാലിയിൽ വെച്ചാണ് UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ അടങ്ങിയ ഗ്യാരണ്ടി കാർഡ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വാഗ്ദാനങ്ങൾ ഓരോ വോട്ടർമാരിലേക്കും എത്തിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ കേരളത്തിൽ ഉടനീളം പ്രചാരണത്തിനായി തയ്യാറാക്കിയ പ്രത്യേക ബസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും ഇന്ന് നടന്നു. സോണിയാഗാന്ധിയുടെ ആരോഗ്യനില മെച്ചപ്പെടുന്ന മുറയ്ക്ക് രാഹുൽ ഗാന്ധി ഉടൻ തന്നെ കേരളത്തിലേക്ക് തിരിച്ചെത്തുമെന്നും കൂടുതൽ ആവേശത്തോടെ പ്രചാരണ രംഗത്ത് സജീവമാകുമെന്നും നേതൃത്വം അറിയിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ ജനുവരിയിലും ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സോണിയാഗാന്ധിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നതാണ്. കാലാവസ്ഥയിലുണ്ടായ മാറ്റമാണ് ഇപ്പോഴത്തെ അസ്വസ്ഥതകൾക്ക് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ കേരള സന്ദർശനം റദ്ദാക്കിയെങ്കിലും മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ ഇന്ന് കോഴിക്കോട് കടപ്പുറം ഇളകി മറിയുന്ന ജനസാഗരത്തിന് സാക്ഷ്യം വഹിച്ചു. UDFന്റെ വിജയഗാഥയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കോഴിക്കോട്ടെ മണ്ണ് ഒരുങ്ങിക്കഴിഞ്ഞു.